MJ അങ്കിൾ, യെസ്. ഇനി ഒരു ഗോൾഡൻ ഹിറ്റ്സ് റൗണ്ട് വന്നെത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സോങ്ങുമായിട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാൾ വരാൻ പോവാണ്. നമ്മുടെ ശിവകാമി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം ശിവകാമി ഓൺ സ്റ്റേജ്. വെൽക്കം ശിവകാമി കുട്ടി. ഹലോ. സൂപ്പർ ഉടുപ്പാണല്ലോ. അതെ അതെ. എന്തൊക്കെയാണ് വിശേഷം? എല്ലാരും നന്നായിട്ട് പാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ആണോ? പറഞ്ഞോ? അങ്ങനെയൊക്കെ പറഞ്ഞു. പാടുന്നുണ്ടല്ലോ, പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഇന്നിപ്പോ ഏത് പാട്ടാണ് പാടാൻ പോകുന്നത് ക്യാപ്റ്റൻ? കാറ്റിൽ ഇളം കാറ്റിൽ ഒഴുകി വരും ഒഴുകി വരും ഗാനം. ഗാനം. ഒഴുകി ഒഴുകി വരും. യെസ്, ക്ലാസിക് സോങ്. 1965 മൈ ഗോഡ്, ഇത്രയും പഴയ പാട്ട്. 1965 പാട്ട്. പക്ഷെ ഇപ്പോഴും എനിക്ക് അടക്കം മുഴുവൻ പാട്ടറിയാം. അത്ര ക്ലാസിക് ആയിട്ടുള്ള സോങ് ആണ്. ജി ദേവരാജൻ മാസ്റ്ററുടെ സോങ് എഴുതിയിരിക്കുന്നത് വയലാർ സാറാണ്. ഓടയിൽ നിന്ന് എന്ന് പറഞ്ഞ മൂവി. പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സുശീലാമ്മയാണ്. Yes. യെസ്. സേതുമാധവൻ സാറാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തിന്റെ മകൻ ഡയറക്റ്റ് ചെയ്ത സിനിമയിൽ സംഗീതം ചെയ്യാനും ഒക്കെ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിന്ന് അസലായിട്ട് പാടുകയാണെങ്കിൽ അങ്കിൾ ഒരു ഗിഫ്റ്റ് തരും. ഓക്കെ?
സൂപ്പർ സൂപ്പർ താങ്ക് യു കാലക്കി. താങ്ക് യു. ഇത് ഒരു പെർഫോമൻസ് അല്ല, ഇതൊരു പ്രസൻസ് ആണ്. പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈൻ പ്രസൻസ് ആണ്. ഒരു ടാലന്റിന്റെ, ഒരു Divine- അൺബിലീവബിൾ ആയിട്ടുള്ള ടാലന്റിന്റെ. ഡിവൈൻ പ്രസൻസ് ആൻഡ് ഡിവൈൻ പ്രസന്റ്. തീർച്ചയായിട്ടും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് പുതു പുതു അർത്ഥങ്ങൾ ശിവകാമി കുഞ്ഞ് ഓരോ പാട്ടിലൂടെയും തരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ തരുന്നുണ്ട്. ദിസ് ഇസ് എ വെരി വെരി സ്പെഷ്യൽ പെർഫോമൻസ്. താങ്ക് യു Yes. സാർ. വെരി സ്പെഷ്യൽ. ആളെ പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. അത് എന്തോ ഒരു ശ്രദ്ധിച്ചിരിക്കുന്നു അല്ലെ മധു? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒബ്സർവ് ചെയ്ത് ഒപ്പിയെടുത്ത് ആ ഒപ്പിയെടുത്തിരിക്കുകയാണ്. പാടിയിരിക്കുകയാണ്. അതിന്റെ വെബ്രാറ്റോ പോലും യെസ്. ഇതാ 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 അതായത് അതിങ്ങനെ പാടിയേ. ഇതാ 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 മൈ ഗോഡ്. yes. ഇതാ 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 നമ്മള് ഈ സുശീലാമ കേൾക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ ഈ മോള് പാടുമ്പോഴുണ്ട്. അല്ല വെറുതെ കാറ്റിൽ പാടുമ്പോ തന്നെ സുഖം. ഈ ഇതാ ഇതാ കഴിഞ്ഞിട്ട് പിന്നെ കാറ്റിൽ വരുന്നില്ലേ, അപ്പൊ വളരെ ഒതുക്കി Yes, പാടുന്നുണ്ട്, yes, yes. മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ചരണം Unbelievable അത്. കഴിഞ്ഞിട്ടുള്ള പല്ലവിയില്, ചരണം കഴിഞ്ഞുള്ള പല്ലവിയില് നേരെ കേറിയപ്പോഴേ അനുരാഗ അതോട്ട് പഠിപ്പിക്കാമോ? അനുരാഗലഹരിയിൽ ഗോപികൾ പാടിയ രാധാമാധവ ഗാനം. ആഹാ. രാഗലഹരിയിൽ ഗോപികൾ പാടിയ രാധാമാധവ ഗാനം. ഇതാ 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 ആ. സൂപ്പർ. താങ്ക് യു. അത് കഴിഞ്ഞിട്ട് കാറ്റിൽ കേൾക്കാനാണ് അങ്കിൾ ഇത്രയും നേരം കരുതിയത്. അവിടെ കൊണ്ട് നിർത്തല്ലേ, അതുകൂടെ പഠിത്ത. മൈ ഗോഡ്. യെസ് 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 സൂപ്പർ. അതാണ് തേൻ ഒഴുകുന്നു എന്ന് പറയുന്ന പോലെയാണ് Correct, correct. ആ കാറ്റിൽ ഒഴുകി വരുന്നത്. അതെ ആ? അതെ അതെ. ഇവിടെ മെലഡിയുടെ കാറ്റുണ്ട്, ഈ ടാലന്റിന്റെ കാറ്റുണ്ട്, അദൃശ്യമായിട്ടുള്ള ഏതോ ശക്തികളുടെ കാറ്റുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ലോകങ്ങളിലൂടെ നമ്മുടെ കുഞ്ഞ് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനപ്പുറം എന്ത് ഭാഗ്യം തീർച്ചയായിട്ടും. അല്ലേ? അതെ. സത്യം. അതാണ് ഗുരുഭവനവരെ അന്ധഭാഗ്യം ജനാന ജനാന. എന്ന് പറയുന്ന. നമ്മൾ ഏത് തത്വത്തിൽ വിശ്വസിച്ചാലും അതൊക്കെ തന്നെ ഇവിടെ വന്ന് അതിന്റെ എംബോഡിമെന്റ് ആയിട്ട് നമുക്ക് ഈ മകളെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കും അഭിമാനിക്കാൻ കേട്ടാ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, അതൊരു വലിയൊരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരു മകളുള്ളത് അല്ലേ. മകൾക്കും ഇതുപോലെ അച്ഛനും അമ്മയും ഉള്ളതും വലിയൊരു അനുഗ്രഹമാണ്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ. അനിയനും കണ്ടില്ലേ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പാട്ട് ആസ്വദിക്കുകയാണ്. അതൊക്കെ ഗംഭീരായി അല്ലേ ക്യാപ്റ്റൻ? യെസ്, ഉണ്ണിസാർ വേണമായിരുന്നു ഇവിടെ. ഉണ്ണിസാറിന്റെ ഫേവറേറ്റ് സോങ്ങാ. ശിവകാമിയുടെ അടുത്ത് ഒരുപാട് തവണ പാടാൻ പറഞ്ഞ പാട്ടാണ്. പക്ഷെ ഇന്ന് ശരിക്കും ഉണ്ണിസാർ മിസ് ചെയ്തു ശിവകാമി കുട്ടിയുടെ പാട്ട്. ഇറ്റ് വാസ് പെർഫെക്റ്റ്. ആ ഈ പാട്ടാണ് Perfect. നിങ്ങൾ പാടാൻ പറഞ്ഞത്. പെർഫെക്റ്റ് അത് ശിവകാമി കുട്ടി. ഉണ്ണിച്ചേട്ടൻ മനസ്സിലായി കാണും. ഇത് ഈ പാട്ട് ഈ കുട്ടി പാടിയത് നന്നായിരിക്കും. അതെ, അതായിരിക്കും. ബ്യൂട്ടിഫുൾ ശിവകാമി കുട്ടി. താങ്ക് ഹാറ്റ്സ് യു. ഓഫ്. അതിനപ്പുറം എന്താ അല്ലേ. അത് മാത്രമല്ല എം ജെ, ഞങ്ങള് വേറൊരു കാര്യം പറയട്ടെ. ഇന്നിവിടെ ശിവകാമിക്കുട്ടിയുടെ പാട്ട് കേൾക്കാനായിട്ട് മാത്രമാണ് ആ ചേച്ചി വന്നിരിക്കുന്നത്. ചേച്ചിക്ക് ശിവകാമിക്കുട്ടീനെയോ ഫാമിലിയോ ഒന്നും പരിചയമൊന്നുമില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ഇവിടെ വരികയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരിക്കും ഈ സമയത്ത്. നമസ്കാരം നമസ്കാരം. താങ്ക് യു സോ മച്ച്. പേരൊന്ന് പറയോ ചേച്ചി? എന്റെ പേര് സീമ. ഞാൻ എറണാകുളത്തു നിന്ന് വരുവാണ്. മോള് പറഞ്ഞിട്ടാണ്, മോളുടെ പാട്ട് കേൾക്കാൻ എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ വരികയാണ്. ഓ, അമ്മ മാവേലിക്കരയാണ്. അമ്മ ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലാണ്. അച്ഛൻ മരിച്ച ദിവസമാണ് മാർച്ച് 11. അപ്പൊ മോളെ വന്ന് കാണണം, മോളുടെ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് വന്നാണ്. NSS കോളേജ് ഇന്ന് റിട്ടയർ ചെയ്ത ഒരു പ്രൊഫസറാണ്. അച്ഛൻ ക്യാൻസർ വന്നാണ് അച്ഛൻ മരിക്കുന്നത്. അപ്പം മോളുടെ പാട്ടുകളുടെ ഹാർഡ് കോർ ഫാനാണ് എൻ്റെ അമ്മ. അങ്ങനെ വന്നതാണ്. തീർച്ചയായും വളരെ സന്തോഷം ഇവിടെ വന്നത്. പ്രത്യേകിച്ചും ഈ മോമെന്റിൽ ഈ ഒരു പാട്ടിന്റെ ഒരു ഡിവൈൻ, അതിന്റെ Yeah. ഡിവിനിറ്റി ഇങ്ങനെ നമ്മളെല്ലാവരും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മോമെന്റിൽ Yes. വന്നില്ലേ. അതെ അതൊരു വലിയൊരു നിയോഗമായിട്ട് കാണുന്നു. അതെ അതെ അമ്മയോട് പ്രത്യേകം നമ്മുടെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. തീർച്ചയായും. ആ. ഓക്കെ. ഈ ഒരു പാട്ട് ഇങ്ങനെ ഇത്രയും
നന്നായിട്ട് ഭംഗിയായിട്ട് മനോഹരമായിട്ട് പാടണമെങ്കിൽ അത്രയ്ക്കും മെച്യൂരിറ്റി ഉണ്ടാവണം. സുശീലാമ്മയുടെ ആ ഒരു പാടുമ്പോൾ കേൾക്കുന്ന അതേ ഒരു സുഖം തന്നെയാണ് മോള് പാടിയപ്പോഴും എനിക്ക് തോന്നിയത്. ദൈവം തന്നിട്ടുള്ള ടാലന്റ് അത് ഉള്ളതുകൊണ്ടാണ് അത്രയ്ക്ക് ഒരു എനിക്ക് തോന്നുന്ന ഒരു പ്രോഡിജിയാണ്. ഏതോ പൂർവ്വജന്മത്തിന്റെ എന്തോ ബാക്കിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ, താങ്ക് യു. ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പൊ അങ്കിള് പറഞ്ഞില്ലേ ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന്, അങ്ങോട്ട് വന്നാൽ തരാം. ഓക്കെ, ഒരു പുസ്തകമാണ്. ഈ പുസ്തകം തന്നെ, ഇത് ഞാൻ ദേവരായ മാസ്റ്ററെ പറ്റി എഴുതിയ പുസ്തകമാണ്. ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന പുസ്തകമാണ്. അതിന്റെ പേര് വരിക ഗന്ധർവ ഗായിക എന്നുള്ളതാണ്. അത് നമ്മുടെ കുഞ്ഞിന് ഇന്ന് പ്രസന്റ് കൊടുക്കുകയാണ്. ഈ പാട്ട് ഇത്രയും അസാധ്യമായിട്ട് പാടിയതിന്. പക്ഷെ അതിൽ എനിക്ക് കുഞ്ഞിനെ എഴുതി കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് വന്നാൽ ഞാനിത് തരാം കേട്ടോ. ബൈ. താങ്ക് യു സർ. എന്താ അങ്കിൾ എഴുതിയിരിക്കുന്നത്? എന്റെ ശിവകാമി കുഞ്ഞിന് എന്റെ ശിവകാമി കുഞ്ഞിന് തിരുസ്നേഹം. ഒത്തിരി സ്നേഹത്തോടെ MJ അങ്കിൾ. അതാണ് കേട്ടോ. ഇളം കാറ്റിൽ ഒഴുകി വരും ഗാനം ഒരു ഓക്കെ മക്കളെ, ഇനി ബാക്കി അവിടെ ചെന്നിട്ട് തരാം. ശിവകാമിക്കുട്ടി going to be awarded 100 on 100 plus 5 stars. ഒരു ഭദ്രമഴ. ശിവകാമിക്കുട്ടി 5 star ആക്കിയത് കേട്ടോ. ശിവകാമിക്കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. ശിവകാമിക്കുട്ടിക്ക് 100 മാർക്കും 5 സ്റ്റാർസും. സിമ്പിൾ അല്ലല്ലോ അല്ലേ? അല്ല. രണ്ടാമത്തെ 5 സ്റ്റാർ ആണ്. അതെ, ദിയയ്ക്ക് മാത്രമാണ് നേരത്തെ ഓ, കിട്ടിയിരിക്കുന്നത്. ദിയക്കുട്ടിക്ക് മാത്രമാണ് കിട്ടിയിരുന്നത്. ഇപ്പൊ Yes, yes. ശിവകാമിക്കുട്ടിക്കുമായി. Easy അല്ല. അതെ 100 plus 5 stars എന്ന് പറയുന്നത് റയർ ആണ്. അതെ. ഓക്കെ, നമുക്ക് ഗിഫ്റ്റ് വാങ്ങാം അല്ലേ? പെർഫോമർ ഓഫ് ദ ഡേ കൊടുക്കാനായിട്ട് നമുക്ക് ചേച്ചീനെ വിളിച്ചാലോ? ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മാത്രം മതി. വായോ ചേച്ചി. ശിവകാമിക്കുട്ടി ഒത്തിരി ഇഷ്ടമുള്ള ചേച്ചിയല്ലേ? ശിവകാമിക്കുട്ടിക്ക് വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ഓക്കെ, താങ്ക് യു ചേച്ചി. താങ്ക് യു ശിവകാമിക്കുട്ടി. ചേച്ചി ബൈ. ഗുഡ് നൈറ്റ്. നിനക്ക് എന്തടാ വയ്യേ? പെർഫോമൻസിനോട് പ്രാക്ടീസാ. എന്താ ബബ്ബാല പള്ളിക്കൂടി അടിപൊളിയല്ലേ? സൂപ്പറായിട്ട് ഒന്ന് പോടാ അവിടെ നിന്ന്. നട്ടിച്ചൊക്കെ കൂളിംഗ് ഗ്ലാസും വെച്ച് കിടക്കാണ്ട് പോയി പാട്ട് പഠിക്കട പോടാ. മനുഷ്യനെ ഉറപ്പിക്കാൻ നടക്കണം. ഹായ്, ജയൻ സാറോ? അതെ, ഒന്ന് അടുത്ത് കാണാൻ പറ്റുമോ? എല്ലായിടത്തും ഒന്ന് നോക്കട്ടെ. റെട്രോ ആണല്ലോ ഇവിടെ. ആ, ഇത് ജയൻ സാറോ കമൽ ജയൻ സാറോ? സാറാണോ? കമൽ സാറാണോ? കമൽ സർ. ആ, കമൽ സാറാണോ? കമൽ സാറാണ്. ഓക്കെ ഓക്കെ. അങ്ങനെ പറഞ്ഞപ്പോ ഒരു ഛായൊക്കെ വരുന്നുണ്ട് കേട്ടോ. മദനോത്സവം യാ പുടി കിട്ടി. മാടപ്രവാണോ? അതെ. പക്ഷെ ഇവൻ മാടപ്രവാണോ ശരിക്ക് മീനൂട്ടി? മാടപ്രാവാന്ന് ഇവൻ തോന്നുന്നു. ഭയങ്കര കുറുമ്പനല്ലേ? മഹാകുറുമ്പനല്ലേ? എന്നാലും അവന് ഉള്ളിലൊരു മാടപ്രാവ്. അവൻ പുറത്തിങ്ങനെ കണ്ടെങ്കിലും കണ്ടോ അവന്റെ റേബാൻ ഗ്ലാസ് കണ്ടോ? ഇപ്പഴാ കാണുന്നേ. അടുത്ത് വന്നപ്പോ കൊള്ളാട്ടോ. കിട്ടില്ല കോസ്റ്റ്യൂം ഇടാം. ഇത് എത്ര നേരം എടുത്തത്? ആ മുടിയൊക്കെ കണ്ടില്ലേ? അത് വിഗല്ലേ? ആ, അത് എത്ര നേരം എടുത്തത് ഫിറ്റ് ചെയ്യാൻ? ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് ഒരൊറ്റ കേറി minute fit ചെയ്ത- വെച്ചിട്ട് പോന്ന്.
പക്ഷെ ഇത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ സ്റ്റൈൽ വേണമെങ്കിൽ ആക്കിക്കോ. വലുതായ പോലെ അല്ലേ ആ മുഖം ആ സ്റ്റൈല് വേണ്ട. അല്ല ഞാൻ പറഞ്ഞ ഈ പാന്റും ഷർട്ടും അല്ല, ഈ ഹെയർ സ്റ്റൈലും സൺഗ്ലാസ് ഒക്കെ അടിപൊളിയായിട്ട്. നല്ല സൂപ്പർ വാച്ച് ഉണ്ട് കേട്ടോ, അത് കണ്ടോ എല്ലാരും കണ്ടോ ഈ വാച്ച് കണ്ടോ? ആ എനിക്ക് ബെൽറ്റാ ഇഷ്ടപ്പെട്ടെ. ആ. ബെൽറ്റ് ഒക്കെ നോക്ക് കിട്ടില്ല എന്തായാലും. എന്റെ ദൈവമേ, ഇതിപ്പോ ബെൽ ബോട്ടം പാന്റ് ആണോ? ആ, അതെ. ഓക്കെ, അറിയാമോ ബെൽ ബോട്ടം എന്ന് പറഞ്ഞ? ആ അറിയാം. ആ ഇപ്പൊ അത് അക്കാലത്ത് പിന്നെ സ്റ്റൈലില് വന്നല്ലോ. തിരിച്ചു വരുന്നുണ്ട്. അതെ. അതെ വീണ്ടും വന്നിട്ടുണ്ട്. ഓക്കെ മക്കളെ, അപ്പോ മാടപ്രാവേവ മദനോത്സവം, ബാക്കി ഡീറ്റെയിൽസ് ലിറിക്സ് ONV സാർ, ഉം. മ്യൂസിക് സലിൽ ചൗധരി സാർ, സലിത. ആ പാടിയത് യേശുദാസ് സാർ. ആ, ഫിലിം മദനോത്സവം, വർഷം 1978. 78. 78. 78 ഓക്കെ. 88 98 18. അപ്പൊ എത്ര വർഷമായി? അയ്യോ അങ്ങനെയൊന്നും പെട്ടെന്ന് 40 40? ആ. 2026 മൈനസ് 1978. 46 ആ അത് തന്നെ 46 വർഷമായി. ആ. കണക്കാനും മറന്നല്ലേ? ആ. മീനോട്ടിക്ക് എല്ലാം കണക്കാ. അതെ. അപ്പോ 46 വർഷം മുമ്പേ ഉള്ള ഒരു പാട്ടാണ് നമ്മുടെ കിഷോര ചന്ദ്രശേഖരൻ പാടാൻ പോകുന്നത്. സൂപ്പർ ആവട്ടേടാ. Thank you. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ, ഈ വസന്തകാലം കൈനീട്ടി കൈനീട്ടി വരവേൽക്കയായി നീ വാ. മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ.
മാടപ്രാവേ വാ ഒരു കൂടു കൂട്ടാൻ വാ ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ ഒരു കൂടു കൂട്ടാൻ വാ. വെരി ഗുഡ് മോനെ. താങ്ക് യു താങ്ക് യു. ജഗത് കിഷോർ ചന്ദ്രശേഖര എന്തോ ഇപ്പൊ കമലേട്ടൻ കലക്കി. താങ്ക് യു രസമുണ്ടായിരുന്നു. താങ്ക് യു. നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് സുഷ് ആദ്യം വായിച്ചില്ല വിസിൽ, അതിന്റെ ടോണും അത് വായിച്ചിരിക്കുന്ന രീതിയും ഒക്കെ ആദ്യം ഗംഭീരാണ്. വെരി നൈസ്. നോട്ട് ഈസി ആക്ച്വലി. ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കാമോ? ആഹാ, വെബ്രാറ്റോ പോലും കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമമുണ്ട്. മോഡുലേഷൻ സബാഷ്. ടോപ്പ് ബാൻഡ് കലക്കി. സലിതയുടെ പാട്ട് എപ്പോഴും ഒരു ഓർക്കസ്ട്രൽ ബ്യൂട്ടി ആയിരിക്കുമല്ലോ. ഈ പാട്ട് അങ്ങനെയാണ് നമുക്ക് മറക്കാൻ പറ്റാത്തത്. മക്കളെ 2-3 സജഷൻ പറയട്ടെ. ഓക്കെ പറയാം. ഒരു ആർട്ടിസ്റ്റിന്, ഒരു മ്യൂസീഷ്യന്, ഒരു പെർഫോമറിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ? അവയർനെസ് ആണ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? അവബോധം. അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രതികരിക്കുക എന്നുള്ളതാണ്. സ്റ്റേജിലായിരിക്കുമ്പോൾ സ്റ്റേജിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന പോലെ നിൽക്കാൻ പറ്റില്ലല്ലോ. സ്റ്റേജിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്പേസ് ആണ്, നമ്മുടെ പേഴ്സണ അവിടെ കൊണ്ടുവരണം, ആ വ്യക്തിത്വം അവിടെ വരണം, അത് കാണുമ്പോഴത്തേക്കും ഓഡിയൻസിന് ഇഷ്ടപ്പെടണം. ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് നടക്കുകയും ഇവരെ വിളിക്കുകയും പിന്നെയും വിളിക്കുകയും അവരങ്ങോട്ട് വരികയും വരാതിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സംഭവങ്ങൾ ശരിക്ക് പാട്ടുകാരൻ്റെ പെർഫോമൻസിന് ശരിക്കും പറഞ്ഞ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് മാറുന്നില്ലേ? ഇസ് ഇറ്റ് നോട്ട്? ടു എ സർട്ടൻ പോയിന്റ് ഞാൻ പറയണം, അത് ചെയ്യേണ്ടതെന്നല്ല, തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷെ അതിനൊരു പരിധി നമ്മൾ നിശ്ചയിക്കണം. ഇന്നതാണ് ചെയ്യേണ്ടത്. അത് കറക്റ്റായിട്ട് ഡ്രമാറ്റിക്സ് കൂടുതലില്ലാതെ ഈ പാട്ടിൽ ഒരുപാട് ഇമോഷൻ ഉണ്ട് അല്ലേ? ഈ വയൽ പൂക്കൾ പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ, മരിക്കും വരെയൻ ഇണപ്രാവേ എന്നൊക്കെ പറയുന്ന അവിടെ ഇമോഷനുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഡ്രാമ ഇമോഷൻ്റെ കൂടെ ചേരുമ്പോഴത്തേക്കും ഡ്രാമയുടെ എലിമെന്റ് എത്ര വേണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് നിശ്ചയിച്ച് കൊണ്ടുവരേണ്ടതാണ്. പറഞ്ഞ് മനസ്സിലായോ? അത് കുറച്ച് ഓവർ ഡൺ ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് കൂടുതലായിപ്പോയി. അത് ശ്രദ്ധിക്കണേ മോനെ കേട്ടോ. ഓക്കെ സാർ. പിന്നെ ഇതിന്റെ ഋതം എന്ന് പറയുന്നത് ബോങ്കോസിൽ വായിച്ചിരിക്കുന്ന ത ത്രിതം ത ത ത്രിതം ത ത ത്രിതം ത. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് വായിച്ച്. ഇത് വരുമ്പോഴത്തേക്കും ആദ്യത്തെ തുടക്കമില്ലേ, തുടക്കം കുറച്ചുകൂടെ റിതമിക്കായിരിക്കണം. ഈ വസന്തകാലം തൊട്ട് റിതമിക്കായി. പക്ഷെ തുടക്കത്തില് എന്താക്കണം? റിതമിക്. ചെറിയ റിതമിക് അല്ല, റിതമിക് ആക്കണം. ഓക്കെ, 1 2 3 4. ഇനി മോർ റിതമിക്. ഈ വസന്തകാലം കൈനീട്ടി വരവേൽക്കയായി നീ വാ മാടപ്രാവേ വാ ഒരു കൂടു കൂട്ടാൻ വാ. ഓക്കെ വെരി നൈസ്. അങ്ങനെ വരണം. പിന്നെ എനിക്ക് ഈ മുളം കൂട്ടിൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുന്നില്ലേ, അതൊന്നുകൂടെ പാടി കേൾപ്പിക്കാമോ? കൊതിയായി പോയി. മാരിയിൽ വേനലിൽ കൂടെ വരാമോ, മാറിലിളം ചൂടേറ്റു രാവുറങ്ങാമോ, ഈ മുളങ്കൂട്ടിൽ ആ ഗ്ലൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഒറിജിനല് സൂപ്പർ ആയിരുന്നേ. പിന്നെ മോർണിംഗ് വാക്കിന് ഇടയ്ക്ക് പോകാറുണ്ടോ? പല സ്ഥലത്തും മോർണിംഗ് വാക്ക് പോലെ തോന്നും ആ BGMല്. ഇങ്ങനെ ഒരു കൊറിയോഗ്രഫി ഉണ്ടേ, മോർണിംഗ് വാക്ക് കൊറിയോഗ്രഫി. അത് നമ്മുടെ എപ്പോഴും നമ്മുടെ ദക്ഷോ? ദക്ഷ ധാർമ്മിക് അതുപോലെ ജോഗൊക്കെ ചെയ്ത് പാടാറുണ്ട്. പക്ഷേ ഇങ്ങനെ പോവാ താഴേക്ക്. അതെ കാലൊന്നും മുട്ടൊക്കെ മടക്കി വെച്ച്. ഇങ്ങനെ പോവാ. അപ്പൊ BGMല് നമുക്കൊരു ജോഗിങ്ങിന് പോകാൻ തോന്നുന്നു. എന്റെ മക്കളും കൂടെ ചേട്ടാ വരോ? നമ്മൾ അവസാനം വരെ പാട്ട് തീർന്നേരെ. ഇപ്പോഴാണ് എക്സസൈസ് ചെയ്തത്. രാവിലത്തെ എക്സസൈസ് ഇവിടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറുടെ വേദിയിൽ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത് മാത്രല്ല, ഇത് വീട്ടിലിരുന്ന് ആരും അനുകരിക്കരുത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം നിങ്ങളത് ചെയ്ത് നോക്കാട്ടോ. താഴെ എഴുതി കഴിയും നമ്മൾ ചെയ്യുമ്പോ.
അത് രസമുണ്ടായിരുന്നു, താങ്ക് യു ക്യൂട്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ആ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മൾ പെർഫോമൻസ് ഓവർ ഡു ചെയ്യരുത്. ഓക്കെ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഓക്കെ അത് മനസ്സിൽ വെക്കുക, മനസ്സിൽ ആക്കുക, എന്നിട്ട് അടുത്ത പെർഫോമൻസിന് സൂപ്പർ ഡൂപ്പർ സൂപ്പർ. ആക്കുക. ഓക്കെ. ജഗത് കുട്ട എന്തോ നന്നായിരുന്നു കേട്ടോ, നല്ല Thank you. രസമുണ്ടായിരുന്നു. താങ്ക് യു. ആ വേഷം കലക്കി, അത് ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ പാടിയതും നന്നായിരുന്നു, പല ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇപ്പോൾ MJ ഞങ്ങൾ സൂചിപ്പിച്ചു, ഈ രാവുറങ്ങാമ ഈ മുളം കൂട്ടിൽ ഒക്കെ ആ ഭാഗമൊക്കെ വളരെ നന്നായിരുന്നു കേട്ടോ. പല്ലവി എനിക്ക് ആ മാടപ്രാവേവാ കുറച്ചും കൂടി ആ വായിക്ക് കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ ആ തുടക്കത്തിലുള്ളത് ഫസ്റ്റ് പല്ലവി തുടങ്ങിയില്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു സസ്റ്റെയിൻ വേണമെന്ന് എനിക്ക് തോന്നി. ആ ഈ ഡാൻസിന്റെ ഇവരെയൊക്കെ വിളിച്ചോണ്ട് പോയതിന്റെ ഇടയിൽ കുറച്ച് കോൺസെൻട്രേഷൻ പോയി. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം മരിക്കും വരെ എന്നിണപ്രാവെ ചരണത്തില് മരിക്കും വരെ എന്നുള്ളത് കുറച്ച് ആ നോട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ വയൽ പൂക്കൾ പോൽ നാം കൊഴിഞ്ഞാലും ഈ വഴിയിലാകെ നീ കൂടെ വരാമോ, പാടി വരാമോ, മരിക്കും അതാണല്ലേ തരറ, അത് എത്തിയിട്ടില്ല, മരിക്കും ഇപ്പോഴും എത്താനുണ്ട്. മരിക്കും വരെ മരിക്കും വരെ മരിക്കും വരെ. യെസ്, ആ അതെ. അപ്പൊ അത് അതിന്റെ ഇടയിൽ അത് ശ്രദ്ധ വിട്ടുപോയി. ഇപ്പോഴും പാടുമ്പോൾ കുറച്ച് നോട്ട് എത്താനുണ്ട് അവിടെ. അതുപോലെ തന്നെ അനുപല്ലവിയിലും ആ മരിക്കും വരെ എന്നുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പല്ലവിയിൽ വന്നപ്പോൾ മാടപ്രാവേവാ ഒരു കൂട് കൂട്ടാൻ വാ വാ, അത് ഇത്തിരി പുഷ് കൂടിപ്പോയി ആ വായിക്ക്. അത് ഒരു കൂട് കൂട്ടാൻ വാ എന്നത് ഇത്തിരി ഇങ്ങനെ ഇത്തിരി പുഷ് കൂടിപ്പോയി. അപ്പം അത് കാരണം കൊണ്ട് കുറച്ച് ഷാർപ്പായി അവിടെ. അപ്പം അങ്ങനെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ പല ഭാഗങ്ങളും വളരെ മനോഹരമായിട്ട് പാടി. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. യെസ് ജഗത് കുട്ട, അനുപല്ലവിയിലാണ് ആക്ച്വലി ആ പാട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ആ അനുപല്ലവി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല്ലവിയും അനുപല്ലവിയും ചരണം പലപ്പോഴും അനുപല്ലവിന്റെ റിപ്പീറ്റ് ആയതുകൊണ്ട് ഓക്കെ അനുപല്ലവി പാടിക്കഴിഞ്ഞ ഒരു സമാധാനം വരും കേൾക്കുമ്പോൾ. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ആദ്യം തന്നെ ആ പെർഫോമൻസിന് വിളിക്കാൻ പോകുമ്പോൾ അവിടെയും ശ്രദ്ധ പോവും, ഇവിടെയും ശ്രദ്ധ പോവും. അതും കിട്ടില്ല, ഇതും കിട്ടില്ല, അങ്ങനെയോ? ഓക്കെ, അത് എനിക്ക് തോന്നുന്നു പഠിച്ചു വരും അല്ലേ MJ സർ? ഒരു സ്റ്റേജ് ഓഫ് ലേണിംഗ് ആണ് അത്. ആ ഒരു ഓഡിയൻസിനെ സെൻസ് ചെയ്ത് ഇതേ കാര്യം ജഗത്കുട്ടിന് ഒരു ലൈവ് ഓഡിയൻസിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ ഇതൊരു കോമ്പറ്റീഷന്റെ സ്റ്റേജാണ്. അപ്പൊ ആദ്യം പാട്ടിന് ശ്രദ്ധ കൊടുത്തിട്ട് പാട്ടിന്റെ കാര്യങ്ങൾ സേഫാക്കി വെച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓക്കെ, ഓൾ ഗുഡ്, മിടുക്കൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റോ. താങ്ക് യു. പിന്നെ എൻ്റെ ഒപ്പം കുറച്ച് ആൾക്കാർ, എൻ്റെ 3 ആൾക്കാർ വന്നിട്ടുണ്ട്. അത് ആരൊക്കെയാ? ഹായ്. ഇത് നമ്മളെ നാട്ടില് ഒരു സംഗീത കൂട്ടായ്മയുണ്ട്. ഓക്കെ. അപ്പൊ അവിടെ പോയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പാട്ടെല്ലാം പാടി സ്റ്റേജ് ഫിയറെല്ലാം മാറ്റുന്നത്. അപ്പോ അങ്ങനെ സ്റ്റേജ് ഫിയറിലെ കുറെ ആൾക്കാരെ സ്റ്റേജ് ഫിയറെല്ലാം മാറ്റി വേദിയിലേക്ക് സ്റ്റേജ് ഫിയർ മാറ്റാനായിട്ടൊരു സംഘടന. അതെ, അങ്ങനെയല്ല, സംഗീത കൂട്ടായ്മ സ്ട്രെസ് എല്ലാം മാറ്റാൻ വേണ്ടിട്ട് നമ്മള് സ്ട്രെസ് മാറ്റുന്ന സംഗീത കൂട്ടായ്മ. രാത്രി ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് പാടും, ബർത്ത്ഡേ ആഘോഷിക്കും. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയി പാടും. എങ്ങനെയായാലും നല്ലൊരു കാര്യമാണ്, സത്യത്തില് നല്ലൊരു കാര്യമാണ്, വളരെ നല്ലൊരു കാര്യമാണ്. അവിടുന്ന് ബർത്ത്ഡേ ആഘോഷിക്കും, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. അങ്ങനെ അടിപൊളി. നമസ്കാരം. പേര് മൂന്നാളുടെ സന്തോഷം. അവര് പാട്ട് പാടും. സാധാരണ ഇങ്ങനെയൊക്കെ കാണാറുള്ളത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് ഇതുപോലെ. ദുബായ്, അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുപോലെ രാത്രി രാത്രി ഡിന്നറെല്ലാം കഴിഞ്ഞ് പോയി ഇതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻ, മാരേജ്, മറ്റേ ആനിവേഴ്സറി ഫംഗ്ഷൻസിനൊക്കെ പോയി ഇതുപോലെ പാടാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വളരെ അപൂർവമായിട്ടാണ് നടക്കാറുള്ളത് അല്ലേ? അതിലൊന്നാണ് ഇവര്. പേര് പറയോ മൂന്നാളുടെ? ഷിജു. ഷിജു സർ. ഓക്കെ. സ്കൂൾ അധ്യാപനാണ്. ഓ, പ്രശാന്ത്. ഓക്കെ. നാരായണൻ വെള്ളോറ, റിട്ടയർഡ് SC ആണ്. ഓക്കെ. ഈ സംഗീതം എന്ന് പറയുന്നത് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന അല്ലേ, എല്ലാ ഹൃദയങ്ങളും ഒന്നിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പേരുണ്ടോ കൂട്ടായ്മയ്ക്ക്? സ്നേഹക്കൂട്. അത് തന്നെ, സ്നേഹക്കൂട്. പിന്നെ 2 ക്ലബ്ബുകളുണ്ട് സാർ. അവരും നല്ലോണം പ്രോത്സാഹനം കൊടുക്കില്ല നാട്ടിലെ കുട്ടികൾക്ക്. യുവതാര വെള്ളോറിയും ഉറവ് കലാ സാംസ്കാരിക വേദിയും. അവർക്ക് എല്ലാവിധ ഇത് കൊടുക്കുന്നത് നമ്മള് ഈ സ്നേഹക്കൂട് കൂട്ടായ്മയും, അതുപോലെ യുവതാര വെള്ളോറ, അതുപോലെ ഉറവ് കലാ സാംസ്കാരിക. എല്ലാവർക്കും നമ്മുടെ താങ്ക് യു. ഇനി മാർക്കറിയാം അല്ലേ? ഓക്കെ. ജഗത് കുട്ട, എന്തോ your score today is 97.5 out of 100. താങ്ക് യു. അപ്പൊ ജഗത് 3 പേരും പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത പ്രാവശ്യം നമുക്ക് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. Bye. ബൈ.